BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാതെ പോയത് പത്തനംതിട്ട നാരങ്ങാനത്ത് യാഥാർത്ഥ്യമായി. സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടമായി. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്ത് ഭരണമാണ് BJPക്ക് നഷ്ടമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പഞ്ചായത്തിൽ ടോസിലൂടെയാണ് BJPക്ക് ഭരണം ലഭിച്ചിരുന്നത്. 6 മാസത്തെ കാലാവധി കഴിഞ്ഞ പിന്നാലെ UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. ഇടതുപക്ഷം പിന്തുണച്ചതോടെ BJP വീണു. ഭരണത്തിലെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ന് കൗൺസിൽ യോഗം ചേർന്ന വേളയിൽ പ്രമേയത്തിൽ ചർച്ച നടന്നു. പിന്നാലെ നടന്ന വോട്ടെടുപ്പിൽ UDFന്റെ 6 അംഗങ്ങളും ഇടതുപക്ഷത്തിന്റെ 2 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയെ പുറത്താക്കാൻ UDF നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് നാരങ്ങാനം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDFന് 6, NDAക്ക് 6, LDFന് 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. UDFന് ഭരിക്കണമെങ്കിൽ പുറത്തു നിന്നുള്ള പിന്തുണ അനിവാര്യമായിരുന്നു. അന്ന് ഇടതുപക്ഷം പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് ടോസിലേക്ക് പോയതും പ്രസിഡന്റ് സ്ഥാനം BJPക്ക് ലഭിച്ചതും. വൈസ് പ്രസിഡന്റ് സ്ഥാനം UDFനാണ് കിട്ടിയിരുന്നത്. പുതിയ ഭരണസമിതി അധികാരത്തിലേറിയാൽ 6 മാസം കഴിഞ്ഞാൽ അവിശ്വാസം കൊണ്ടുവരാൻ സാധിക്കും. തുടർന്നാണ് കോൺഗ്രസ് പ്രമേയം അവതരിപ്പിച്ചതും ഇടതുപക്ഷം പിന്തുണച്ചതും. ഇനി 1 മാസം കഴിഞ്ഞാൽ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ അംഗങ്ങൾ വോട്ട് ചെയ്യും. ഇടതുപക്ഷം സമാനമായ രീതിയിൽ പിന്തുണച്ചാൽ UDF അംഗം പ്രസിഡന്റ് ആകും. ഇത് BJP രാഷ്ട്രീയ ആയുധമാക്കും. LDFും BJPയും ഒരുപോലെയാണ് എന്നാണ് LDF പ്രതിനിധി പ്രതികരിച്ചത്. പിന്നെ എന്തിന് പിന്തുണച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. കുത്തഴിഞ്ഞ ഭരണമാണ് നടന്നിരുന്നതെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വ്യത്യസ്ത പാർട്ടിക്കാരാകുന്നത് ഭരണസ്തംഭനത്തിന് കാരണമാകുമെന്നും UDF അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ജനങ്ങൾ ആഗ്രഹിച്ച ഭരണം വരുമെന്നും അവർ പ്രതികരിച്ചു. അതേസമയം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ സഖ്യം കേരളത്തിലും വരികയാണെന്ന് BJP പറയുന്നു. BJPയെ താഴെയിറക്കാൻ LDFും UDFും കൈകോർത്തിരിക്കുകയാണ് എന്നും അവർ പ്രതികരിച്ചു. ഇനി നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF നിലപാട് എന്ത് എന്നതാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുക. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.